തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഞാൻ തീരുമാനിച്ചു, എന്നെ എങ്ങാനും പെടുത്തിയ സ്വാമിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് നീ അറിയണത് അപ്പോഴായിരിക്കും. എന്റെ പൊന്ന് സ്വാമി, അതൊന്നും വേണ്ടി വരില്ല. ഈ ഐഡിയ പാടില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാ ഞാനത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ സ്ഥലത്തേക്ക് സ്വാമി വന്നാൽ മാത്രം മതി. ശരി, ഞാനിതെത്തും. മോളെ മോളെ ഒന്ന് നിന്നേ. വിശാല് വിളിച്ചിട്ടാണോ മോള് വന്നേ? അതോ മോളാണോ വിശാലിന്റെ ഒപ്പം പോരാന്ന് തീരുമാനിച്ചേ? മനസ്സിലായില്ല. അല്ല, നിങ്ങളിൽ ആരാ അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിക്കുകയായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അത് എന്തിനാ അപ്പച്ചി ചോദിച്ചെന്നാ മനസ്സിലാവാത്തത്. ആ കാഴ്ച കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. ഒരു കാലത്ത് ഞാൻ സ്വപ്നം കണ്ടതായിരുന്നല്ലോ ഇതൊക്കെ. ഏതൊക്കെ? അപ്പച്ചി, അപ്പച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വിശാലിനോടൊപ്പം വന്നു എന്നുള്ളത് ശരിയാ. ഇഷ്ടമുണ്ടായിട്ട് വന്നതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ അമ്മ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. അതുകൊണ്ട് പഴയ സ്വപ്നങ്ങൾ മുഴുവൻ പൊടി തട്ടിയെടുക്കാന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതിനല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. മോളെ, ഞാൻ ഒരു കാലത്ത് വിശാൽ എനിക്ക് എല്ലാമായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു സാഹചര്യത്തിലും എന്റെ ജീവിതത്തിൽ വിശാൽ ആരുമായിരിക്കില്ലെന്ന് അപ്പച്ചി ഓർത്തോണം. ഒന്ന് ഞാൻ മറന്നുവെന്നാരും കരുതണ്ട. എന്റെ ഭർത്താവായ നിരഞ്ജന്റെ ഫ്രണ്ടാണ് വിശാലെന്ന് ഒരൊറ്റ പരിഗണന മാത്രമേ എന്റെ ജീവിതത്തിൽ വിശാലിനുള്ളൂ. പഴയ കാലത്തെ വിശാലിനെ ഇനി ഞാൻ ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല, ഓർക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പച്ചി വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടരുത്. അതെനിക്കറിയാം. അപ്പച്ചിക്ക് ഒന്നും അറിയില്ല. അപ്പച്ചിയുടെ മനസ്സിൽ പലതും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനത്ര മണ്ടിയൊന്നുമല്ല. അതുകൊണ്ട് മേലാൽ ഇതുപോലുള്ള സംസാരമായിട്ട് എന്റെ മുന്നിൽ വരരുത്. ഡോക്ടർ ജയശങ്കർ എന്ന എന്റെ ഡാഡിയുടെ സഹോദരി, അതായിട്ട് മാത്രം ഞാൻ അപ്പച്ചിയെ കാണുന്നത്, അല്ലാതെ വിശാലിന്റെ അമ്മയായിട്ടല്ല. വിശാലിന്റെ അമ്മയായിട്ട് കണ്ട ഒരു നിമിഷം പോലും അപ്പച്ചി ഇവിടെ നിർത്താൻ എനിക്ക് കഴിയില്ല. മനസ്സിലായോ അപ്പച്ചിക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരുഷൻ നിരഞ്ജന. വേറെ ആരുടെയെങ്കിലും നിഴൽ പോലും എന്റെ ജീവിതത്തിൽ കയറി വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ അപ്പച്ചിക്ക്? മരുന്ന് കുത്തിവെച്ചിരിക്കുക, മയങ്ങാനുള്ള മരുന്ന്. ഇതിന്റെ കെട്ട് വിടുന്നതിന് മുമ്പ് എത്തേണ്ടടുത്തെത്തണം. വേഗം ഇവിടുന്ന് കൊണ്ടുപോകും. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവരിവിടുന്ന് മാറ്റണം. ഡോക്ടർക്ക് പേടിയൊന്നും വേണ്ട. ഇനി അഥവാ പോലീസ് വന്നാലും ഡോക്ടർക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇപ്പൊ പറയും. എന്തെങ്കിലും പറ്റിയ സഹായിക്കാൻ പിന്നെ ഒരാളും കാണത്തില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെ കരുതണ്ട. കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്നവനെ. എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഇതെന്റെ തലയിലാവരുത്. എന്നെ സ്വാമിക്ക് വിശ്വാസമില്ലേ? തീരെ ഇല്ല. തങ്കച്ചിക്കൊരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയത്, അല്ലാതെ നിന്റെ മുഖം കണ്ടിട്ടൊന്നുമല്ല. സ്വാമി ഒന്നും കൊണ്ട് പേടിക്കണ്ട. സ്വാമിക്ക് ഒരു കുഴപ്പം വരില്ല.
വരാതെ ഞാൻ നോക്കിക്കോളാം. മോനെ ശരത്തെ, ഇതുപോലുള്ള കാര്യങ്ങളിൽ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം.